എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കേരളം ഒരു തരത്തിലും പുരോഗമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വെറുതെ പറയുന്നതല്ല, കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? തമാശയായിട്ട് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് വേണം. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമയം കിട്ടുന്നെങ്കിൽ ചെയ്യണം. എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. യൂട്യൂബിൽ കയറിയിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടൊരു കാര്യം, എന്റെ അനുഭവമാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. യൂട്യൂബിൽ കയറി 2 പഴയ മലയാള സിനിമകൾ കാണും. അത്രേ ഉള്ളൂ. ഇത് ഞാൻ തീർത്തു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം. ഈ സിനിമകൾ രണ്ടും കണ്ടിട്ട് 50 വർഷത്തിനപ്പുറം നിങ്ങൾ ചിന്തിക്കൂ, കേരളം ഒരു തരത്തിലും പുരോഗമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഭാകര, ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഇതൊക്കെ വളരെ നിസ്സാരമാണ് ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങൊന്ന് അന്വേഷിക്കണം. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. എന്റെ സ്കൂളിന്റെ ഹെഡ് മിസ്റ്റേഴ്സ് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ മാനരായ സ്കൂളിന്റെ ഹെഡ് മിസ്റ്റേഴ്സ് പരീക്ഷയ്ക്കെല്ലാം തയ്യാറായ നമ്പരൊക്കെ ഇട്ട് ഡിസ്റ്റം ബെഞ്ചൊക്കെ നിരത്തിയിട്ടു. സാർ അതിലെങ്ങാണ് പോന്നി വന്ന് കയറണ പരീക്ഷ നടക്കുന്ന സമയത്ത് ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പോവാത്ത നന്നായി, പോയിരുന്നെങ്കിൽ ഞാനും SLC ജയിച്ചേനെ. പോയില്ല എന്നതൊരു ഭാഗ്യം. അതല്ല ഉദ്ദേശം. ഞാൻ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ മാനേജർ എന്നുള്ള നേരെ പോയിരുന്നെങ്കിൽ ഞാനും SLC ജയിച്ചേനെ. മന്ത്രിക്ക് എന്നോട് വിഷമം തോന്നി. മന്ത്രിയെ പറ്റി മന്ത്രി ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അയ്യോ, ഞാനല്ല, ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ. നമ്മള് കുറച്ചുകൂടി കുഞ്ഞുങ്ങൾക്കും അതുപോലെ അധ്യാപകർക്കും റെസ്പോൺസിബിലിറ്റി ഉള്ള നിലയിലേക്ക് ഈ വിദ്യാഭ്യാസത്തെ മാറ്റുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രമിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഓ